ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നുണ്ടല്ലോ മൈനിങ്ങിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, മൈനിങ്ങിന് പോകുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ആക്ച്വലി ഗൈസ്, ഇന്ന് ഞാൻ ഈ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് അല്ല ഇടാൻ തീരുമാനിച്ചിരുന്നത്, ഒരു മൾട്ടിപ്ലെയർ സീരീസാണ് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ ഒരു പുതിയൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴല്ല, കുറച്ചും സെറ്റാണ് ഗൈസ്. നമ്മൾ മൾട്ടിപ്ലെയർ വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ഏരിയയിലോട്ട് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് മൈനിങ് അങ്ങോട്ട് ഇറങ്ങാം. പക്ഷേ എനിക്ക് ഒരു അയൺ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ കോപ്പർ ആയാലും മതിയായിരുന്നു. കുറച്ച് കോപ്പർ എന്തായാലും വേണം എനിക്ക്. നമുക്ക് ഈ ഒരു ഇതങ്ങ് കുഴിച്ചെടുക്കാം. പിന്നെ ഗൈസ്, എൻ്റെ PvP സ്കില്ല് കാണിച്ച് തരണമെന്ന് എനിക്കുണ്ട്. കാണിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് മരമൊക്കെ വെട്ടി എടുക്കട്ടെ. രാത്രിയായി കേസ്. പെട്ടെന്ന് നോട്ട്. ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ഇവിടെ നിന്ന് കുഴിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേസ്. ഓക്കെ, കയറിക്കോ. ഞാൻ ഈ ഓട്ടോ ജമ്പ് ഓഫാണ് കേസ്. കണ്ടതാ, ഓട്ടോ ജമ്പ് ഓഫാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമുക്ക് താനേ ചാടി കയറാൻ കഴിയത്തില്ല. സ്കെലട്ടല്ലേ കേസ് നിൽക്കുന്നത്. അവന്മാരിപ്പോൾ കത്തിക്കയറി ഞാൻ തോളും. കിട്ടി. എന്നേക്ക് അടിയിട്ടിപ്പോൾ അവനും ചത്തു കേസ്. ഓറ കേസ്. ഓറ ഒരു ചെലന്തി വരുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ പുറകെ. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ ഇവിടെ ചറ നമ്മളെ ഇവന്മാരൊക്കെ സ്പോൺ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ സീനില്ലാതാ. ഇവിടെ കണ്ടതാ, ഞാൻ അങ്ങോട്ട് ഒരുത്തിനെ കൊണ്ട് തിരിയുമ്പോഴാ അതുകൊണ്ട് ഇവിടെ സ്പോൺ ആവുകയാണ്. എനിക്ക് ആക്സിഡൻറ്റ് ഉള്ള എൻ്റെ സോഡിന് ഡ്യൂറബിലിറ്റി തീരാറായി. പിന്നെ ഈ ഡിസ്കോഡിൽ എങ്ങനെയാണ് സംസാരിച്ചു കൊണ്ട് വീഡിയോ എടുക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലെയറൊക്കെ കൊണ്ടുവരാം, PvP ഒക്കെ കൊണ്ടുവരാം, മാൻ ഹണ്ടൊക്കെ സെറ്റാക്കാം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ടും കൂടെ തരണം കേസ്. ഇല്ലെങ്കിൽ എന്തായാലും ഒന്നും ചെയ്തില്ല, ഞാൻ യൂട്യൂബിനെ നിർത്തിപ്പോകും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ടെങ്കിലും തരണം കേസ്. ഓക്കെ ഗൈസ്, ആക്ച്വലി ഞാനിന്ന് സ്കൂൾ ബോയ് റണ്ണവേ എന്ന് പറഞ്ഞ ഗെയിം ഇടാനിരുന്നതായിരുന്നു. ഈ ഒരു മൾട്ടിപ്ലെയർ റെക്കോർഡ് ചെയ്തിട്ട് മൾട്ടിപ്ലെയർ വീഡിയോ പോയി ഗൈസ്. ഓക്കെ, അത് ജസ്റ്റ് പണി കിട്ടി പോയതാണ്. അതായത് വോയിസ് ഒന്നും കേൾക്കുന്നില്ല, മൈൻക്രാഫ്റ്റിൻ്റെ വോയിസ് ഒന്നും കേട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സോ ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യം ചെയ്യാനുണ്ട്. അതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് മൾട്ടിപ്ലെയർ സെറ്റാക്കാം ഗൈസ്. ഓക്കെ, കുറച്ച് ദിവസം കഴിയും. നമ്മൾ ആ ഒരു ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോണ പുള്ളി ഒരു ഗെയിമറാണ് കേട്ടോ. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല, നമുക്ക് സെറ്റാക്കിയിട്ട് വീഡിയോ പേരൊക്കെ പറയാം. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഫുഡ് ഒപ്പിക്കുകയാണ് മൈനിങ്ങിന് വേണ്ടിയിട്ട്. മൈനിങ്ങിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ടല്ലോ ഗൈസ്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫുഡ് ഒപ്പിക്കുകയാണ് ഇപ്പം. നമുക്ക് നേരെ മേളിലോട്ടൊന്ന് കയറിയിട്ടേ ഈ ഒരു കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ട് പോകാം ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ 4 ചെസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനിയും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ഉണ്ടാകുന്നില്ല തൽക്കാലം. ഇതൊക്കെ മതി. ഒരു മിനിറ്റ്, കുറച്ച് സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്ത്. എടാ, സ്റ്റോറേജ് വേണമല്ലോടാ. ഇത് വിഷയമാണ് ഗൈസ്. ആക്ച്വലി ഇത് വിഷയമാണ്. ഇതൊക്കെ കണ്ടോ, ഇന്ത്യയിലാണെങ്കിൽ ഒരു പൊടി ടോർച്ചും ഇല്ല. നമുക്ക് കുറേ പരിപാടി ചെയ്യാനുണ്ട്. കോള് മൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ ഐറ്റംസ് വേണം ഗൈസ്. ഓക്കെ, ഞാൻ സെറ്റാക്കി എടുക്കാം. പക്ഷേ ഞാൻ ഒരു 3 പിക്കാക്സും ഒരു സോഡ് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് കുറച്ച് ഐറ്റംസ് ഇതിനകത്തോട്ട് വെച്ചേക്കാം. ഓക്കെ, ഈ ഫുഡൊക്കെ എനിക്ക് സ്മെൽറ്റ് ചെയ്യണം, പക്ഷേ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു ലീഫ് ലിറ്റർ കുറച്ച് കുറവാണ്. നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ, ഈ ഒരു സീരീസ്
50 എപ്പിസോഡ് ഉണ്ടാവും. ഞാനിത് ഇപ്പോഴേ പറയാണ്. നമ്മൾ അതിനകത്ത് 20ാമത്തെ എപ്പിസോഡിലെങ്ങാണ് നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോയി. ഇതിപ്പോൾ നമ്മളെ 3ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോഴേ ജഡ്ജ് ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകും തോറും ഇത് ഞാൻ സൂപ്പറാക്കി എടുക്കും ഗൈസ്, നിങ്ങൾ കണ്ടോളൂ. നമുക്ക് ആദ്യമേ ഈ ഒരു പിക്കാസ് തീർക്കണം. അതിന് മുൻപ് ഇല്ലേ ഞാൻ കുറച്ച് ലീഫ് ലിറ്റർ എടുത്തോണ്ട് വരാം ഗൈസ്. ഓക്കെ, പക്ഷെ അതല്ല, ഞാൻ ഈ ഒരു സീഡ് മുന്നേ കളിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു കോളും കുറച്ച് അയണും ഒക്കെ ആ ഒരു മതിലായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ശ്രുതിയണഞ്ഞ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ സീരീസ് കാണുന്നുണ്ടെങ്കിൽ അറിയാം ഗൈസ്. ഞാനിപ്പോൾ ആ ഒരു ശ്രുതിയണ്ണ സീരീസ് നമ്മളെ ഇൻസ്പയർ ആയിട്ടാണ് ഞാനിപ്പം കളിക്കുന്നത് ഗൈസ്. ഓക്കെ, ഈ ഒരു മൈൻക്രാഫ്റ്റ് ഈ ഒരു CD കളിക്കുന്നത് ശ്രുതിയണ്ണൻ്റെ വേൾഡിൻ്റെ ഇൻസ്പയർ ആയിട്ടാണ്. ഓക്കെ, സോ എനിവേസ് ഗൈസ്, ഞാൻ കുറച്ചും കൂടെ ഇതൊന്നും ഉണ്ടാക്കാനല്ല ഇത് ഗൈസ്. നമുക്കിതങ്ങ് എടുത്താലോ ഗൈസ്. നമുക്ക് ആ ഒരു കോപ്പർ ആർമറിൽ സെറ്റാക്കിയിട്ട് പോകുമായിരുന്നില്ലേ? കുറേ ഇടാം കുഴപ്പമില്ല. കോപ്പർ സെറ്റ്. പക്ഷെ ഇതിപ്പോൾ എത്ര എണ്ണം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. ചില സമയം ഇത് കുറച്ചേ കിട്ടത്തുള്ളൂ പക്ഷേ ഈ കോപ്പർ. നമുക്ക് ഡേയ്സ് എത്ര കിട്ടും ഗൈസ്? ഒരു സ്റ്റാക്ക് 26 കിട്ടി കേട്ടോ. ഇത് വലിയൊരു വെയിനായിരുന്നു. പക്ഷെ ഇതെല്ലാം സ്മെൽറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഗൈസ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് കോളെങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് കോളല്ലേ ഗൈസ്? അത് കോളാണ്. ഇവിടെ എവിടെ കുറച്ച് അയൺ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത് മുന്നേ കളിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ ഈ ഒരു പിക്ക് ബ്ലോക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് എളുപ്പമാണ് ഗൈസ്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഷേ കുറച്ച് കോള് കിട്ടി. കുറച്ചും കൂടെ എനിക്ക് വേണം ഗൈസ്. ഓക്കെ, ശരി, എനിക്ക് കുറച്ചും കൂടെ വേണം. അയ്യോ ചാവല്ലേ. മോനെ വാടാ. സ്കെൽറ്റ് ഓട്. രക്ഷപ്പെട്ടു ഗൈസ്. എൻ്റെ പിക്കാക്സ് പൊട്ടിപ്പോയായിരുന്നു ഗൈസ്. ഓക്കെ, നിങ്ങൾ കണ്ടോ ഗൈസ്? ഈ ബേസ് ഞാൻ പൊളിക്കും ഗൈസ്. ഓക്കെ, ഞാൻ ഇതുവരെ സീരീസ് വലുതായിട്ട് കളിച്ചിട്ടൊന്നും ഇല്ല. എന്നാലും സെറ്റാക്കാം ഗൈസ്. ഓക്കെ, ഒരു വില്ലേജൊക്കെ എവിടെ ഉണ്ടെന്ന് എനിക്ക് ഈ ഒരു സീഡിൽ എനിക്ക് അറിയാം ഗൈസ്. ഓക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അയൺ ആർമറെങ്കിലും ഒപ്പിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഒപ്പിക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് സമയമില്ല ഗൈസ്. ഇതൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ? അയ്യോ ആരാട്ടിൻ്റെ മോനെ ചത്ര. നോ പ്രോബ്ലം ഗൈസ്, നമ്മുടെ ബേസ് അടുത്ത് തന്നെയാണ്. എടാ അവൻ സോഡ് എടുത്തു കേട്ടാ. സീനാണല്ലോ. സോഡ് എടുത്തിട്ടുണ്ട്. സീനാണ് ഗൈസ്, ശരിക്കും സീനാണ്. രാത്രി ആയി ഗൈസ്, ചുമ്മാ അല്ല ഇവന്മാർ സ്പോണാകുന്നത്. ഞാൻ പെട്ടെന്ന് പോട്ടെ സാധനം എടുക്കട്ടെ. എൻ്റെ സാധനം ഡീസ്പോണായി പോവുകയും ചെയ്യും. അതുമല്ല എന്നിട്ട് അതും അവൻ്റെ സോഡ് കിട്ടി. എൻ്റെ ആക്സ് അല്ല, എൻ്റെ കയ്യിൽ ഒരു സോഡും കൂടെ ഉണ്ട് ഗൈസ്, പേടിക്കാനില്ല. എല്ലാം സ്പോണായി തുടങ്ങി ഗൈസ്. നമ്മളെ കിട്ടി. ഇനി ഓടാം. ഇവിടെ നിന്ന് സ്പോണാകാതിരിക്കാനേ ഗൈസ്. നമുക്ക് ഇവിടെയും കൂടെ ഇവിടെ നിന്നാണ് വെടിവെക്കുന്നത്. സോംബി ഇവിടെ നിന്ന് അടിച്ചു തന്നെ. ഇല്ല ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, നമുക്ക് നൈസായിട്ട് സാധനം എടുക്കാം. അവന്മാരെല്ലാം പോയി, ഡീസ്പോണായി പോയി. ഇല്ലടാ.
ഓ, സമാധാനമായി ഗൈസ്. ഓക്കെ, ഇത് ഡാർക്കാണ് ഗൈസ്. ഇമാതിരി എൻ്റെ ശവല പോയി. അതെനിക്ക് ഒരെണ്ണം ഉണ്ടാക്കേണ്ടുണ്ടായിരുന്നു. നെല്ല് ഗൈസ്, നെല്ല്. അതാണ് എൻ്റെ പിക്കാക്സ്. കിട്ടിയില്ലേ? കിട്ടി ഗൈസ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണും എൻ്റെ PvP സ്കില്ല്. ഇതൊരു PvP ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല, എന്നാലും നിങ്ങളത് നോക്കണം ഗൈസ്. ഓക്കെ, പകുതി ഇങ്ങോട്ട് ഇവിടെ വെക്കുക. ഓക്കെ, ഇതെല്ലാം സ്മെൽറ്റായി തീരട്ടെ. എനിക്കിപ്പോൾ സമയമില്ല. ഞാനൊരു കോപ്പർ ആർമർ സെറ്റാക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. തൽക്കാലം നമ്മൾ ഈ ഒരു ബേസിൻ്റെ ജസ്റ്റ് ഇതൊരു തുടക്കം ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ അല്ല കേസ്, ഇത് ഞാനിപ്പോൾ മാറ്റിയെടുക്കും. കുറച്ച് ദിവസം നിങ്ങൾ സമയം തരൂ കേസ്. ഓക്കെ, സമയം തരൂ, സെറ്റാക്കും കേസ്. ഓക്കെ, എനിക്ക് ഈ ഒരു സീരീസ് പവറാക്കാം. പിന്നെ എനിക്ക് ഓഫ്ലൈൻ ഒരു വേൾഡ് ഉണ്ട് കേസ്, 100 days ചാലഞ്ച്. ഓക്കെ, 100 days വേൾഡ് ഉണ്ട്. അത് ഞാൻ കാണിച്ച് തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേസ്. ഓക്കെ, പിന്നെ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഒന്ന് കോപ്പർ കിട്ടി, അത് വെച്ച് നമുക്ക് ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റ് എടാ ഇതെന്താടാ, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കുക. പിന്നെ ലെഗിൻസ് ഉണ്ടാക്കുക, ബൂട്ട്സും ഉണ്ടാക്കുക. ഓക്കെ, 3 ആയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ മതി ഗൈസ്. ഓക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്സ്. ഓക്കെ, ഫൈനലി ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസും കൂടെ സെറ്റാക്കാം. അതിന് കുറച്ച് സ്റ്റിക്കും കൂടെ വേണ്ടി വരും ഗൈസ്. ഓക്കെ, പിക്കാക്സ്, ആക്സ്, സോഡ്, ഷവൽ, എല്ലാം സെറ്റ് ഗൈസ്. ഓക്കെ, പിക്കാക്സ്, ആക്സ് അല്ല സോഡ്, ഇങ്ങനെയാണ് ഗൈസ്. എൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റോൺ ടൂൾസ് എന്തായാലും ഉപയോഗിക്കണം. ഇത് തീരുമ്പോൾ മാത്രമേ ഞാൻ ഈ ഒരു കോപ്പർ പിക്കാസ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. നമുക്ക് അല്ലെങ്കിൽ കുറച്ച് കോപ്പർ പിക്കാസ് എടുത്തുകൊണ്ട് പോയിട്ട് മൈൻ ചെയ്യാം ഗൈസ്. അതാകുമ്പോൾ എളുപ്പമാണ് കുറച്ചും കൂടെ. അവിടെ എൻ്റെ ഒരുപാട് മട്ടൻ ഉണ്ടായിരുന്നല്ലോടാ. ഇതില്ല, അവിടെ കിടക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ നോക്കട്ടെ. ഈ കോപ്പർ വെച്ച് ബക്കറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയും കൂടെ ഉണ്ടാക്കണമായിരുന്നു ഗൈസ്. അങ്ങനെയാണെങ്കിൽ സെറ്റാക്കാമായിരുന്നു നമുക്ക്. ഇവിടെ എൻ്റെ മട്ടൻ അവിടെ പോയി ഇതോ കിടക്കുന്നു ഗൈസ്. കിട്ടി 18 മട്ടൻ ഗൈസ്. കണ്ടാ ഗൈസ്, ഇവന്മാർ വെറുതെ സ്പോണാവുകയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് അടിച്ച് കൊല്ലാൻ പറ്റുന്നുണ്ട് ഇവന്മാരെ. ഈ ജാവ എഡിഷനിൽ മാത്രമേ ഉള്ളൂ ഗൈസ് ഈ ഒരു ആക്സിന് പവർ കൂടുതലെന്ന് പറയുന്നത്. സോ അത് നിങ്ങളൊരു ഇതിന് പറയാനുണ്ട്. ഇതിൽ നിങ്ങളത് നോക്കിയിട്ട് കാര്യമില്ല. ബെഡ് റോക്ക് എഡിഷനിൽ നോക്കിയിട്ട് കാര്യമില്ല. എനിവേസ് ഗൈസ്, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് ഈ ഒരു ബേസിൻ്റെ പ്രോഗ്രസ് കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഏരിയ ഒന്ന് ക്ലീനാക്കി ഈ ഒരു സ്റ്റെയർ കേസും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നിന്നിട്ട് എൻ്റെ ഈ HUD ഒന്ന് മാറ്റട്ടെ ഗൈസ്. HUD മാറ്റിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിന്നൊരു തംബ്നെയിൽ എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഇത് ഞാനിപ്പോൾ കുറച്ച് പ്രാവശ്യം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.